السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഈ സ്റ്റേജിലും സദസ്സിലുമായി ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. സമയക്കുറവ് കൊണ്ട് ഒരല്പം മാത്രം ഒരു 5 മിനിറ്റിൽ സംസാരം നിർത്താം. അള്ളാഹു ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈ സ്ഥാപനം ഉണ്ടായത് മുതൽ ഇതുവരെ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ ഈ കൂട്ടത്തിലുള്ള ഈ സ്ഥാപനം ഉണ്ടായത് മുതൽ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചത് മുതൽ തിരിഞ്ഞു നോക്കുമ്പോൾ പലരുടെയും മുഖങ്ങൾ ഓർമ്മ വരുന്നു. എൻ്റെ പിന്നിലിരിക്കുന്ന എൻ്റെ നാട്ടുകാരനായ മാസ്റ്റർ മൂസ ഹാജി മുതൽ UK യൂസഫ് ഹാജി വരെയുള്ളതായ ആളുകൾ പലരും തുടക്കവേളയിൽ തന്നെ ഈ സ്ഥാപനത്തിനെ സഹായിച്ചവരാണ്. പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. മർഹൂം മൂസ ഹാജിയെ പോലെ, മദീന മൂസ ഹാജിയെ പോലത്ത, ഗന്ധസാല മൂസ ഹാജിയെ പോലത്ത ഒരുപാട് നല്ല മനുഷ്യർ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും ഒന്ന് പോയി മുമ്പിലിരുന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ കൂടെ നിന്ന് തൽക്കാലം നിങ്ങളിത് വെച്ചോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞ് കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചവരാണ് അവരൊക്കെയും. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളാണ് ഇവിടെയുള്ളത്. ഇന്നിപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ വലിയ ആശങ്കയായിരുന്നു. വലിയൊരു സമ്മേളനം നമ്മൾ ഇതുവരെയായിട്ട് സ്ഥാപനത്തിന് അധിക ചെലവ് വരുന്നത് ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്ഥാപനം മെല്ലെ മെല്ലെ ഉയർന്നു വന്നു. 13 വർഷങ്ങൾ പിന്നിടുമ്പോഴും വലിയൊരു പരിപാടി അല്ലെങ്കിൽ സമ്മേളനം എന്ന രീതിയിൽ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഏറെ കൺകുളിർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇവിടെ ഇരിക്കുന്ന കോട്ട് ധരിച്ച് തലപ്പാവണിഞ്ഞ് ബിരുദധാരികളായിട്ട് നമുക്ക് മുമ്പിൽ 130ഓളം യുവ പണ്ഡിതർ നിൽക്കുമ്പോൾ, അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാനുണ്ട്, നമുക്ക് സന്തോഷിക്കാനുണ്ട്. ഞാനിതിൻ്റെ മുമ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ ഏറെ ഓർമ്മകളുണ്ട്. ഒന്നുമില്ലാത്ത ചെറിയ നാട്, ചെറിയൊരു പള്ളി, അവിടെ നിന്ന് ദർസ് ആരംഭിച്ചുവെങ്കിലും വലിയ സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളും അന്നും ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കിപ്പോഴും ഓർക്കുകയാണ്. ഇരിക്കാനൊരു സ്ഥലമില്ലാത്ത ഈ പള്ളിയുടെ ഓരത്ത് ചെറിയ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് സംസാരിച്ചത്. എവിടെയാണ് സ്ഥാപനം നിങ്ങൾ നടത്തുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉടനെ തന്നെ അവിടുന്ന് എങ്ങനെയൊക്കെ പറഞ്ഞ് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. മദ്രസയുടെ ഒരു ചെറിയ ബിൽഡിങ്, വെറും 1000 സ്ക്വയർ ഫീറ്റിനകത്തുള്ളൊരു ബിൽഡിങ്ങിൽ അത് കാണിച്ചുകൊണ്ട് ഇവിടെ ക്ലാസ് റൂം, ഇവിടെ ഹോസ്റ്റല്, ഇവിടെ മദ്രസ. അപ്പം മദ്രസയോ എന്ന് ചോദിച്ചു. ഉസ്താദിനിപ്പോൾ ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം മദ്രസ അപ്പുറത്ത് നടക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് അത്രയും ചെറിയൊരു ബിൽഡിങ്ങിൽ വെച്ച് നമ്മൾ ഈ സ്ഥാപനത്തിനെ തുടങ്ങി. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഒരു കാര്യം ഓർക്കുകയാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ തുടങ്ങാറുണ്ട്, പക്ഷേ കഠിനാധ്വാനം ചെയ്തിട്ടില്ലെങ്കിൽ, അതിൻ്റെ പിന്നിൽ ഓടി നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെടും. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ആഗ്രഹത്തിനൊത്ത് നമ്മളെ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട്, പടച്ച റബ്ബിനെല്ലാം സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തുനിന്ന് മറവിട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ, നമുക്ക് പിന്നിൽ വരുന്നൊരു സമൂഹം, നമ്മൾക്ക് പിന്നിൽ വരുന്നൊരു കൂട്ടം ജനങ്ങൾ ഇതുകൊണ്ട് ഉപകരിക്കണം. നമ്മൾ മരിച്ചാലും ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വെളിച്ചമായ ഇൽമ് ഇവിടെ നിലനിൽക്കണം. നമുക്ക് ജീവിച്ച് മരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെ സമൂഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ, എന്തൊക്കെ സമൂഹത്തിന് നൽകാൻ പറ്റുമോ, വെറും ഒരു ശരീരമായി, വെറും ഒരു കളി തമാശയായി നമ്മുടെ ജീവിതം കളയുന്നതിന് പകരം ധനമുള്ളവർ ധനം നൽകിയിട്ട്, ആരോഗ്യമുള്ളവർ ആരോഗ്യപരമായിട്ട് പ്രവർത്തിച്ചിട്ട്, നമുക്ക് വിദ്യാഭ്യാസമുള്ളവർ അല്ലെങ്കിൽ ഈ കോലത്തിലൊക്കെ അള്ളാഹു നമ്മളെ ആക്കി തന്നിട്ട് ഈ തലപ്പാവും ഈ വേഷവും ഒക്കെ തന്ന് 5-8 വർഷം
ദീന് പഠിച്ചുകൊണ്ട് ബാക്കിയാത്ത സ്വാലിയാത്തിലും മറ്റൊക്കെ പോയിട്ട് നമ്മൾ പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം സമൂഹത്തിന് എന്ത് കിട്ടി, സമൂഹത്തിന് നമുക്ക് എന്ത് പകർന്നു കൊടുക്കാൻ പറ്റി, സമൂഹത്തിന് എന്ത് സംഭാവനകൾ ചെയ്യാൻ പറ്റി എന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തതായ പല ആളുകളും ഇന്ന് ഈ ദീനിനു വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലാണ്. വേറൊന്നും കിട്ടിയിട്ടല്ല. നമുക്കറിയാം, നമ്മൾ പകലുകൾ ഇതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോഴും നമുക്ക് ഇതിനു വേണ്ടി കഷ്ടപ്പെടുമ്പോഴും നമുക്കൊരു ആശ്വാസമുണ്ട് എന്നും ഞാൻ പറയാറുണ്ട്. ഈ വിദ്യാർത്ഥികളെ നോക്കിയിട്ട് എത്ര പ്രശ്നമുണ്ടെങ്കിലും എത്ര ടെൻഷനുകൾ ഉണ്ടെങ്കിലും മഗ്‌രിബിന് അങ്ങോട്ട് വന്നിട്ട് കുട്ടികൾ പഠിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ ബൈത്ത് ചൊല്ലിയിട്ട് ആ പാഠഭാഗങ്ങൾ തുടങ്ങുന്നത് കാണുമ്പോൾ മനസ്സിനുള്ള എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമായി, മനസ്സിലുള്ള എല്ലാ വേദനകൾക്കും പരിഹാരമായി. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ സ്ഥാപനത്തിന്റെ പേരിലോ മറ്റോ കടബാധ്യതകൾ വന്നിട്ട് വിഷമങ്ങളുണ്ടെങ്കിലും എത്രയോ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിലും ഈ വിദ്യാർത്ഥികളെ കാണുമ്പോൾ, ഇവിടെ പഠിക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം. ഇന്ന് എനിക്ക് സന്തോഷിക്കാനുള്ളത്, ഇന്ന് ഇവിടെ ഈസ്റ്റാക്ക് സന്തോഷിക്കാനുള്ള നമ്മളെ ചെയർമാൻ, ഇന്ന് ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾക്ക്, ഇവിടെയുള്ള നാട്ടുകാർക്ക്, ഇതിനെ സഹായിച്ചവർക്ക്, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് ഏറെ സന്തോഷിക്കാനുണ്ട്. ഏറെ അഭിമാനത്തോടുകൂടി ഞാൻ ഇന്ന് ഓരോരുത്തരുടെയും മുഖം നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ നേരത്തെ തന്നെ വൈകുന്നേരം മുതൽ ഇവിടേക്ക് ഒഴുകി വരികയാണ്. ഇവിടെയുള്ളതായ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുകയാണ്. ഇവിടെ നേരത്തെ നടന്ന കുടുംബ സംഗമത്തിൽ കൂടുകയാണ്. ഇവിടെയുള്ള എക്സിബിഷനിലും മറ്റുമൊക്കെ എക്സ്പോയിലുമൊക്കെ അവർ പോയി കണ്ട് അനുഭവങ്ങൾ വല്ലാത്ത സന്തോഷത്തോടു കൂടി പങ്കുവെക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് 13-16 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ താൽക്കാലികമായിട്ട് ഒരു റമദാനിൽ മാത്രം നിൽക്കാൻ വന്ന ഞാൻ, പിന്നീട് എന്നെ ഇവിടെയുള്ളതായ മമ്മഞ്ഞി ഹാജിയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, താൽക്കാലികമാക്കരുതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ലക്ഷ്യവും എൻ്റെ ആഗ്രഹവും വെറും ഒരു ഖത്തീബായി പള്ളിയിൽ നിൽക്കുക മാത്രമല്ല, എൻ്റെ ലക്ഷ്യവും എൻ്റെ ആഗ്രഹവും പഠിക്കുന്ന കാലം മുതലുള്ളത് ഈ ദീനീ സംരംഭങ്ങൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യുക, മരിക്കുന്നത് വരെ അതിൻ്റെതായ ഒരു പ്രവർത്തനത്തിലായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് 10-14 കുട്ടികളെ വെച്ചിട്ടൊരു ദർസ് തുടങ്ങി. അൽഹംദുലില്ലാ, അത് ഒരു 4 മാസമാകുമ്പോൾ 10-24 കുട്ടികളായി. പിന്നീട് ഇങ്ങനെ കുട്ടികളുടെ വരവ്, പിന്നീട് 3 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെയും SSLC കഴിഞ്ഞ് ശേഷം സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കയ്യിലില്ല. പിന്നീട് വരുന്ന സമയത്ത് വളരെ കഷ്ടിച്ച് പ്രയാസപ്പെട്ട് രാത്രി അവർ ക്ഷീണിച്ചുള്ള സമയത്ത് എന്തെങ്കിലും ചൊല്ലിക്കൊടുത്താൽ എങ്ങനെയാണ് അവർക്ക് വേണ്ടതുപോലെ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുക ഇൽമ്? അതൊക്കെ ചിന്തിച്ചിട്ട് നല്ലൊരു സംവിധാനം വേണം. പല സംവിധാനങ്ങളെ പറ്റിയിട്ടും ആലോചിച്ചു, പഠിച്ചു, മലപ്പുറവും മറ്റൊക്കെ പോയി പല ഉസ്താദന്മാരോട് ചർച്ച ചെയ്തു, പല സംവിധാനങ്ങളുമായി കൂടി ആലോചിച്ചു. അവസാനം എൻ്റെ അനുജൻ ഇവിടെ ഇരിക്കുന്ന റിയാസ് വാഫി, ഈ വാഫി സംവിധാനത്തിൽ പഠിച്ചതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഹക്കീം ഫൈദി ഉസ്താദിനെയും അങ്ങനെ ആ ഒരു സംവിധാനത്തിൽ ചേർത്തത് മുതൽ പേരൻ്റായി അവിടേക്ക് പോവുകയും വളാഞ്ചേരി മർക്കസിലും മറ്റുമൊക്കെ പോയി ഈ സംവിധാനത്തെ പറ്റി മനസ്സിലാക്കിയപ്പോൾ വളരെ മികച്ച രീതിയിൽ, വളരെ ചിട്ടയാർന്ന രീതിയിൽ ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ അതാണ് എനിക്ക് ഉചിതം. യഥാർത്ഥത്തിൽ നമുക്ക് മുകളിലിരുന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനത്തെ പലരും സെലക്ട് ചെയ്യാറില്ല. കാരണം നമുക്ക് നമ്മുടേതായ സ്വാധീനത്തിൽ പോകുന്നു. പക്ഷെ അന്ന് തന്നെ എൻ്റെതായ ചിന്ത, എൻ്റെതായ രീതിയിൽ, എൻ്റെതായ സ്വാധീനത്തിലും എൻ്റെതായിട്ടുള്ള രീതിയിലും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്ഷീണം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, എന്തെങ്കിലും മടുപ്പുകൾ വരുമ്പോൾ അത് നിർത്തിപ്പോവും. പകരം നമുക്ക് മുകളിൽ നമ്മളെ നിയന്ത്രിക്കപ്പെടുന്ന, നമുക്ക് മുകളിൽ നമ്മോട് ഉപദേശിക്കപ്പെടുന്ന, നമുക്ക് മുകളിൽ ഇന്ന സൗകര്യങ്ങൾ വേണമെന്ന് പറയുന്ന, ഇന്ന രീതിയിൽ ക്ലാസ് എടുക്കണമെന്ന് പറയുന്ന, ഇന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയും അന്ന് കൂടെ നിന്നവരോട് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് CIC വാഫി സംവിധാനത്തിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അന്നു മുതലേ നമ്മൾ പറയുന്ന ഒരു വസ്തുതയാണ്. അൽഹംദുലില്ലാ, അതുകൊണ്ട് തന്നെ 2 വർഷങ്ങൾ 2012 തുടങ്ങിയെങ്കിൽ 14 പല സ്ഥാപനങ്ങളുടെ ആളുകൾ വരെ ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെ വരുന്നത്, നിങ്ങളുടെ സംവിധാനമാണ് ഇത്ര ക്രിയാത്മകമായിട്ടും വളരെ നല്ല രീതിയിലും പോകുന്നത്, നമുക്കും അത് തുടങ്ങണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർണാടകയിലും കാസർഗോഡും വാഫി സംവിധാനത്തിലുള്ളതായ സ്ഥാപനങ്ങൾ വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നും നമ്മൾ തുടങ്ങിയത് ഈ സംവിധാനം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഒരു കുട്ടികളെ കിട്ടാത്തതിന്റെ പേരിലല്ല, ഒരിക്കലും വേറെ ഏതെങ്കിലും അർത്ഥത്തിലല്ല. നമ്മൾ വളരെയധികം ആലോചിച്ചുകൊണ്ട് നമ്മൾ നൽകപ്പെടുന്ന വിദ്യാഭ്യാസം, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ഇവിടെ ചേർക്കുന്നത്, ഒരുപാട് ആശയമായിട്ട്, ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഇവിടെ ചേർക്കപ്പെടുന്നത്. അങ്ങനെ ചേർക്കപ്പെടുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നൽകപ്പെടുന്നത് അവർക്ക് ഫലപ്രദമാവണം. ഭാവിയിൽ അവരുടെ ഭാവി ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം.
ഈ സംവിധാനത്തിൽ പഠിച്ച ഓരോ കുട്ടികളും നമുക്കറിയാം, അവർക്ക് ഏതെങ്കിലും ഒരർത്ഥത്തിൽ അവർക്കുള്ള കഴിവുകൾ അവർ വാർത്തെടുത്ത് അതിനെ പരിപോഷിപ്പിച്ചെടുത്ത് വലിയ വലിയ കഴിവുകളുള്ളവരാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ചുയർന്ന കുട്ടികൾ തന്നെ പലരും പല മേഖലകളിലാണ്. ഞാൻ സുദീർഘമായി പ്രഭാഷണം ചെയ്യുന്നില്ല, ഞാൻ നിർത്തുകയാണ്. ഏതായാലും ഒരുപാട് മേഖലകളിൽ ഖത്തീബായി നിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സ്കൂളുകൾ നടത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ സിവിൽ സർവീസിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ട്രെയിനിങ്ങിലൂടെയും മറ്റുമൊക്കെ അത് മുന്നോട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ അവർ മുന്നോട്ട് പോകുന്നതായ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങിയവർ, അവർക്കൊക്കെയും ആ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ ബോധം അവർക്കുള്ളതായ ആ ഊർജം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ഥാപനത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന് ഈ മക്കൾ ഇവിടെ ഇരിക്കുന്നതായ ഓരോരുത്തരും നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്. ഇവിടെ വല്ലായ്മയും ഇല്ലായ്മയും വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആര് നമ്മളോട് ചോദിക്കുമ്പോഴും അൽഹംദുലില്ലാ വളരെ റാഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ അടുത്തറിയുന്ന ആളുകളോട് പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടെന്ന്. അവർ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന, ഞാൻ നേരത്തെ പ്രതിപാദിച്ചതായ പേരുകൾ, മദീന മുസാജിയെ പോലത്തെ, ഗന്ധസാലി മുസാജിയെ പോലത്തെ പലരും, എൻ്റെ പ്രിയ സഹോദരൻ അബ്ദുൽ ജലീലിനെ പോലത്തെ പലരും നമുക്ക് വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിന്റെ കാര്യത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ എടുത്തു തന്നവരുണ്ട്. 2, 3, 5, 10 ലക്ഷം രൂപ ഇതിനു വേണ്ടിയിട്ട് തൽക്കാലം വെച്ചു എന്ന് പറഞ്ഞവരുണ്ട്. എന്തിനേറെ ഇന്നിപ്പോൾ സലാം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ചേവാറിലാണെങ്കിലും ഇതിൻ്റെതായ സ്വാഗതം ചെയർമാനായി വന്നത് മുതൽ ഇതിനു വേണ്ടിയിട്ട് അതിനു മുമ്പും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഈ സമ്മേളനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് ഈ മക്കളെ കണ്ടിട്ടാണ്, ഇവിടുത്തെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ പഠനം കണ്ടിട്ടാണ്, നിലവാരം കണ്ടിട്ടാണ്, ദീനീ സംരംഭമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിന്, ഈ സമ്മേളനത്തിന് തന്നെ വലിയൊരു തുക അദ്ദേഹം തന്നിട്ടുണ്ട്. അതിന് പുറമെ എന്നോട് ചോദിച്ചു കറണ്ട് ബില്ലും മറ്റു കാര്യങ്ങളും. ഇവിടെ പിന്നെ ഒരു ഗസ്റ്റ് റൂം ഉണ്ടായി ഈ അടുത്ത്, നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് നവീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഗസ്റ്റ് റൂം ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് ആ സന്ദർഭത്തിൽ ഓരോരുത്തരും, ഞാൻ പലപ്പോഴും വിചാരിച്ചു എങ്ങനെയാണ് ഈ കുറച്ച് ബാധ്യതകളും മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഇതിന് പണി തീർക്കുക. പക്ഷെ ഒരു സമ്മേളനം വരുമ്പോൾ ഭംഗിയായിട്ടുള്ളൊരു ഗസ്റ്റ് റൂം വേണമല്ലോ, അതിന് ആളുകളെ സ്വീകരിക്കാൻ വേണമല്ലോ. 10-15 ദിവസം കൊണ്ട് അതിൻ്റെ പണി തീർത്തു. ഒരു പൈസയും ഇല്ലാത്ത തീർത്തെങ്കിലും അത് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, എൻ്റെ വകയാണ് സോഫ സെറ്റ്, എൻ്റെ വകയാണ് AC, എൻ്റെ വകയാണ് ഇന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർത്തീകരിച്ചത് കണ്ടപ്പോൾ സലാം ചവിടുന്ന് പറഞ്ഞു, നമുക്കിതൊക്കെയും എല്ലാ ക്ലാസ്സുകളിലും മറ്റൊക്കെ AC വെക്കുന്നതായ രൂപത്തിൽ, അല്ലെങ്കിൽ ഇനി ചൂട് വരുമ്പോൾ വേണ്ട രീതിയിൽ നല്ല സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കുട്ടികൾ വല്ലാത്ത പ്രയാസപ്പെടുന്ന ഒരു കാലം, ഇനി ചൂട് മറ്റൊക്കെ വരാൻ പോവുകയാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് അത് വെക്കണം. ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ കറണ്ട് ബില്ലും മറ്റുമൊക്കെ വല്ലാത്ത പിന്നെ അവസ്ഥയിലാണുള്ളത്. 32,000 മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു സോളാർ വെച്ചാലോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ മുന്നോട്ട് വരുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനു വേണ്ടി തയ്യാറാവാൻ. പക്ഷെ ഇപ്പൊ എന്നോട് പറഞ്ഞു 2 ലക്ഷം രൂപ ആ സോളാറിന് വേണ്ടി ഞാൻ തരുന്നുണ്ട്, നിങ്ങൾ ഈ സദസ്സിൽ അത് പറയണം. എന്നിട്ട് ഓരോരുത്തരും ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, നിർബന്ധിച്ചിട്ടല്ല, ഓരോരുത്തർ കൊണ്ട് പറ്റുന്നെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സമ്മേളനം കൊണ്ട് നമുക്ക് എന്ത് കിട്ടി, ഒരുപാട് ചെലവഴിച്ചു, നമ്മൾ ഈ സമ്മേളനം നടത്തി, ഒരുപാട് ആളുകൾ വന്നു. ഒരു സ്ഥാപനമാകുമ്പോൾ ഒരുപാട് കടബാധ്യതകളും മറ്റൊക്കെ ഉണ്ടാവും. അതിനിടയിൽ ഈ മക്കൾക്ക് 7 വർഷമായിട്ട് ഇറങ്ങുന്ന കുട്ടികൾ, ഈ 130ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുപോലുള്ളൊരു പരിപാടി വെച്ചിട്ട് അവരെ ആദരിച്ചിട്ടില്ലെങ്കിൽ, അവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ വളരെ വിഷമമാണ്. ആ കുട്ടികളുടെ മനസ്സ് വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിപുലമായ പരിപാടികൾ വെച്ചു. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് സ്ഥാപനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണം, എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ഉണ്ടാവണം, എന്തെങ്കിലും ഒരു പുതിയ ഒരു സൗകര്യങ്ങൾ ഈ സ്ഥാപനം ഉണ്ടായിത്തീരണം. അതാഗ്രഹിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സലാം ച 2 ലക്ഷം രൂപ ഇതിനു വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ ഈ കേസൊക്കെ മുമ്പും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ട് സിറ്റി കോർട്ട് കരീം ഹാജിക്ക് അടക്കമുള്ള ആളുകൾ, ഒരുപാട് പിന്നെ മഹൽ വ്യക്തിത്വങ്ങൾ ഇവിടെ ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും കണ്ടറിഞ്ഞ് അവരോട് ചോദിച്ചിട്ട് നിർബന്ധിച്ചിട്ട് അടുത്തു പോയിട്ട് പറഞ്ഞ് ഇതിനെ പിരിപ്പിക്കാൻ ഈ സദസ്സ് ഒരിക്കലും ഞാൻ ഉപയോഗിക്കുന്നില്ല, അതിന് ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷേ നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ആവൂല. ഇത് ഇൽമു പഠിക്കുന്നവരാണ്, ഇത് ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന ഈ തലപ്പാവണിഞ്ഞ, ഈ കോട്ട് ധരിച്ചുകൊണ്ടിരിക്കുന്ന
ഈ പണ്ഡിതന്മാർ ഈ സ്ഥാപനത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ആയിരങ്ങൾ ഈ ഉമ്മത്തിലേക്ക് നേതൃത്വം നൽകാൻ, ഇനിയും ആയിരങ്ങൾ ഈ സമൂഹത്തിന് നന്മകൾ പകരാൻ ഇനി നമുക്ക് വാർത്തെടുക്കണം. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. നിങ്ങളൊക്കെയാണ് ഈ മുമ്പിലിരിക്കുന്ന പലരുടെ മുഖം നോക്കുമ്പോൾ പല സമയങ്ങളിലായിട്ട് ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്തവരാണ്. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു ആശയം വെച്ചുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടത്തിൽ ഈ പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ZA കയ്യാറും മജീദും അടങ്ങുന്ന ആളുകൾ സലാംചയോടുകൂടെ, അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തിത്വങ്ങളോടുകൂടെ, നമ്മുടെ ഈസ്റ്റ അടക്കമുള്ളവർ, അതുപോലെ തന്നെ നാട്ടിൽ ഓരോരുത്തരും പേരെടുത്താൽ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ രാത്രിയും പകലും അതുപോലെ എൻ്റെ കൂടെ വന്നിട്ടും അല്ലാതെയും ഈ സമ്മേളനത്തിൽ പ്രവർത്തിച്ചവരാണ്. എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.